ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ പിള്ളേരെ ആവശ്യപ്രകാരം നമ്മൾ ഇന്ന് ബീച്ചിൽ കാപ്പിലല്ലേ എണ്ണ കാപ്പിൽ ബീച്ചിൽ വന്നേക്കാണ്. അപ്പോൾ അത് കടലും കായലും കണ്ടാൽ തിരിച്ചറിഞ്ഞിടാത്ത മനുഷ്യൻ. അങ്ങനെ അവനാണ് മൂത്ത ചേട്ടൻ കേട്ടോ, ഇളയ ചേട്ടൻ. അങ്ങനെതാ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മുടെ വണ്ടിയിലാണ് വന്നത്. അങ്ങനെ എൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ദൂരയാത്രയാണിത്. വളരെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. എൻ്റെ ഭർത്താവ് ഓടിക്കുമ്പോൾ മുന്നിൽ ഇരിക്കണം എന്നുള്ളതിൻ്റെ വളരെ വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചെടുത്തു. ഞാൻ ദൈവത്തിനോട് വളരെ നന്ദിയുണ്ട്. ഇറങ്ങാൻ പോണ എവിടെ ഇറങ്ങാൻ പോണേ? മൂന്നാളുണ്ട്, പക്ഷെ മൂത്തവൻ വരത്തില്ല കേട്ടോ. മൂത്തവൻ ഒരു സ്ഥലത്ത് വിളിച്ചാലും അവൻ വരത്തില്ല. അതങ്ങനത്തെ ഒരു ടൈപ്പ്. അവൻ നമ്മോടെ ഒന്നും അങ്ങനെ വരത്തില്ല. അവൻ്റെ കൂട്ടുകാരുടെ കറങ്ങാനാണ് അവനിഷ്ടം. അവൻ വലിയ ചെറുക്കനായില്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് അവനതാണ് താല്പര്യം. അവൻ്റെ കൂട്ടുകാരുടെ പോകുന്നതാണ് താല്പര്യം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു ഗൈസ്, നിന്റെ മുടി വെട്ടിയത് കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ കടലിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ ഐസ്ക്രീമും പാനിപൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അതെൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വല്ലാത്ത വിഷമം എനിക്കുണ്ട്. എവിടെ കയറി പോണേ? പാറക്കല്ലിൽ കയറി ഇരിക്കാൻ പോയാണ്. കണ്ടോ നിങ്ങൾ കണ്ടോ കടലിൻ്റെ ഭംഗി? ഇത്ര ദൂരം എന്നൊക്കെ കണ്ടാൽ മതി കടലല്ലേ. നമ്മൾ കൂടുതൽ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല. കണ്ടോ ഞാനും എന്തായാലും പാറയുടെ മണ്ടലൊക്കെ കണ്ടുപിടിച്ച് കയറി. നോക്കൂ കടലിൻ്റെ ആനയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണേ. നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. കടലും ആനയും എത്ര കണ്ടാലും മതി വരത്തേ ഇല്ല. എന്ത് ഭംഗിയാണല്ലേ ഈ കടലും ആനയൊക്കെ കാണാം. പക്ഷെ എന്നാൽ പേടിയുമാണ്. കടലും അതെ, ആനയും അതെ. ഓക്കെ, ഇതൊരു ലോങ് വീഡിയോ ആയി പോകുന്നു. എന്നാലും സാരമില്ല, ഹാപ്പി അല്ലേ. എൻ്റെ എത്ര തിരിയായി? 7ാമത്തെ ദിനം. ഇവിടെ വലിയ ആൾക്കാരും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങോട്ടാണ് തിരക്കും കാര്യങ്ങളൊക്കെ. ഇച്ചിരി അങ്ങോട്ടാണ്. നമ്മളിവിടെ തിരക്കും കാര്യങ്ങളില്ലാത്ത സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അവൻ ഐസ്ക്രീം വേണോന്ന് എന്നെ കൊതിപിടിപ്പിക്കാനായിട്ടാണ്. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. സാരമില്ല, അതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങിച്ചോളാം. ചെല്ല് അമ്മ കൂടെ ചെല്ല്. അങ്ങനെ അവർ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം പക്ഷെ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ചോക്കോബാർ മതിയോ? എന്തിനാണ്?
guys. ഉണ്ടോ എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവും വാങ്ങിച്ചിട്ടില്ല. എന്തോ ഒരു സ്നേഹമുള്ള ഭർത്താവ് നോക്കിയേ. എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരന് ഐസ്ക്രീം വാങ്ങിച്ചില്ല. ഉണ്ടോ കല്ലാണ് നീ ഒന്ന് വീഴും. ഉണ്ടോ ഓമാരെ ഐസ്ക്രീം കുടിക്കുന്നത്? എന്താ ഗൈസ് പറയാനുള്ളത്? ഐസ്ക്രീം കൊള്ളാമോ ഗൈസ്? അപ്പൊ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേന്നൊക്കെ പറ. അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ചാനൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ ബൈ. അപ്പോൾ ഓക്കെ ശരി, ബൈ ബൈ.